ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മയോണൈസ് വീട്ടിൽ എങ്ങനെ ഈസിയാക്കി തയ്യാറാക്കാം എന്ന് കാണിച്ചു തരാനാണ്. വളരെ ക്രീമി ടെക്സ്ചറായിട്ടുള്ള മയോണൈസാണ്. അതിനുവേണ്ടി ഒരു 5 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിലെ മുട്ടയായിരിക്കണം, ഫ്രിഡ്ജിൽ വെച്ചതല്ല. പിന്നെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും എടുക്കുമ്പോഴത്തേക്കും നോർമൽ ടെമ്പറേച്ചറിലെ എഗ്ഗ് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും 5 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതാ നോക്കി, ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പകുതി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലായിരിക്കും കിട്ടുന്നത്. വീണ്ടും ബാക്കിയുള്ള അര കപ്പ് ഓയിലും കൂടി ഒഴിച്ച് നല്ല രീതിയിലൊന്ന് നമുക്ക് മനസ്സിലാവും, നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള മയോണൈസാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്കിപ്പോൾ തന്തൂരി മസാല ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അടിക്കൂലേ, ആ സമയത്ത് കുറച്ച് തന്തൂരി മസാല ഇടുവാണെങ്കിൽ ആ ഒരു ഫ്ലേവറിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ഇടുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവറിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതാ നോക്കി, ലാസ്റ്റ് എല്ലാം അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഹൈജീനിക് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്ത് ഒരു 3 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ പച്ചമുട്ട എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ദിവസമൊന്നും ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിൽ യൂസ് ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.